നാളെ എല്ലാം ജയിലിനകത്ത് കിടക്കാനുള്ളതല്ലേ. മാഡം, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല. വേണ്ട, ആർക്കും സംശയമൊന്നും ഉണ്ടാക്കണ്ട. ചന്ദ്രിക ചെല്ല്. ശരി. ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാറയ്ക്ക് ഉപകാരമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഒരു രൂപ പോലും സാറ ചെലവാക്കില്ല. ഇയാളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടോ? ഇയാളെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് മാത്രമല്ല ഗുണം, ചന്ദ്രശേഖരനും കൂടിയാ. അയാൾ എവിടെ പോയിട്ടാ വന്നേന്നറിയോ? ആറ്റുവാശ്ശേരിയില്. രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യ നാളത്തെ ഫംഗ്ഷന് ഫിക്സ് ചെയ്യാൻ. സാറ നടത്തുന്ന ഒരു ഫംഗ്ഷന് ആറ്റുവാശ്ശേരി സദ്യയോ? അങ്ങനെയല്ല ചന്ദ്രശേഖരൻ, ആറ്റുവാശ്ശേരി സദ്യ നടത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഏറ്റെടുത്തത്. ജോൺസൺ ഒരു പാവമാ. ബർത്ത്ഡേ നടത്തുന്ന കാര്യം ഞാൻ ചെന്ന് പറഞ്ഞപ്പോ തന്നെ പൊട്ടിക്കരഞ്ഞുപോയി ഭാര്യയും ഭർത്താവും കുഞ്ഞും ഒക്കെ. ഫംഗ്ഷൻ നടത്താൻ വേണ്ടി വീട് വരെ വാടകയ്ക്ക് എടുത്തിരിക്കുക. ഞാൻ ഒറ്റ ഡിമാൻഡേ വെച്ചോളൂ, സദ്യ ആറ്റുവാശ്ശേരി സദ്യ തന്നെ ആയിരിക്കണമെന്ന്. അവളെ നശിപ്പിക്കണമെന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ വളർത്താൻ തീരുമാനിച്ചോ? ഇനി വളർച്ചയല്ല, നാളത്തെ ദിവസം ജോൺസന്റെ വീട്ടിലാണ് ആറ്റുവാശ്ശേരി സദ്യയുടെ അവസാന വിളമ്പൽ. സാറ, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ചന്ദ്രശേഖരൻ. നാളത്തെ സദ്യ ഒരു ദുരന്തമായിരിക്കും. അവൾക്കും വരുണിനുള്ള എന്റെ സമ്മാനം. അതിനു മുകളിൽ ആറ്റുവാശ്ശേരി എന്നൊരു വാക്ക് ഇനി ഒരാൾ ഉച്ചരിക്കത്തില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, രാധികയുടെയും വരുണിന്റെയും ആ സോഴ്സ് കൂടി ഞാനങ്ങ് വെട്ടുവെന്ന്. വെട്ടിയിരിക്കും സാറാ. അച്ഛാ, കൈ ശ്രദ്ധിച്ചോണേ. വേഗം ആവട്ടെ. എന്തായി, ചെറിയ കഴിഞ്ഞോ? തരൂ. ആ പച്ചക്കറി വേഗം അരിയണേ, ഒന്ന് പെട്ടെന്നാവട്ടെ. ഞാനിത് അറിഞ്ഞോണ്ടിരിക്കില്ല, തിന്നുകല്ലോ. മോളെ, ആ ചന്ദ്രിക ജോലി എടുക്കുന്ന എന്തു വേഗത്തിലാ. അത് വന്ദേ ഭാരത മുത്തശ്ശി. മോളെ, ഒരു തെറ്റ് ചെയ്തയാള് അതിനെപ്പറ്റി വേദനിക്കുകയോ കരയുകയോ ചെയ്യുമ്പോ പെട്ടെന്ന് അങ്ങ് തിരുത്താൻ വിടരുത്. അല്പനേരം അവർ സങ്കടമായിട്ടിരിക്കട്ടെ. എന്തുകൊണ്ട് അച്ഛനത് പറയുന്നറിയോ? സങ്കടമായാലും സന്തോഷമായാലും അതിനെക്കുറിച്ച് പിന്നീട് ഓർക്കണമെങ്കിൽ അത് മനസ്സിൽ തട്ടണം. അത് നമ്മളായിട്ട് തട്ടിക്കളയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ കുഴഞ്ഞു പോവില്ല അച്ഛാ. ഇയാൾ ഏതു നേരവും വിഷമായിട്ടിരിക്കുകയല്ലേ. എന്നാ മനസ്സിൽ പതിഞ്ഞോട്ടെന്ന് കരുതി ഞാൻ വിട്ടാലേ അച്ഛൻ ഇയാളെ ചിരിച്ച മുഖത്തോടെ കാണാൻ പറ്റുമോ? ഇതാണോ ഞാൻ പറഞ്ഞ ജയഭാരതേന? ഇങ്ങനെയാണോ എന്റെ മരുമകൻ ചിന്തിക്കുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി. ചില നേരത്തെ അവൻ ഇത്തിരി പൊട്ടത്തരമുണ്ട്. ഒരവസരം കിട്ടിയപ്പോ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ രാധികേ? അതെ ജയഭാരതേമേ, കൂടുതൽ നേരം ഇവിടെ ഇരിക്കണമെന്നില്ല, പോയി കിടന്നോളൂ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതുകൊണ്ടാ ഞാനും ഇരിക്കുന്നത്. എന്നെ കൊണ്ട് വയ്യ ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ. നിർബന്ധിക്കണ്ടമ്മേ, ഒന്ന് സ്മാർട്ടായി കഴിഞ്ഞാലേ. സ്കൂളുകളല്ലേ എന്റെ മുത്തശ്ശി. മോളെ, ഇത് കഴിഞ്ഞു, ഇപ്പൊ ഞാൻ തരാം. ഞാനൊരു കോമഡി പറഞ്ഞ ഇവന്റെ കോമഡിയാ. മോളെ രാധിക, കാലിന് വയ്യാത്തതാണേ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണ്ട. അമ്മ ആരോടെ പറയുന്നത്? ഒരു കാര്യം പറഞ്ഞ അതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതെ, എനിക്കൊരു കുഴപ്പമില്ല. നാളത്തെ സദ്യ നന്നായിട്ട് വിളമ്പി തീർത്ത് അവർ നല്ല അഭിപ്രായം പറഞ്ഞാലല്ലാതെ എന്നെ കൊണ്ട് വിശ്രമിക്കാൻ പറ്റില്ല. അതാട്ടോ. ഒരു കാര്യമില്ല. ചേച്ചി പിടിച്ച ഞാനിപ്പോ വരാവേ.
ഹലോ ഹലോ, ഞാൻ ചന്ദ്രിക മാഡം. ആ ഇവിടെ എല്ലാരും കൂടി സദ്യ ഒരുക്കുന്ന തിരക്കില്ല. ചന്ദ്രികയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് മാഡം. ആറ്റുവാശ്ശേരിയിലുള്ളവര് ഒരു ദിവസത്തേക്ക് സന്തോഷിക്കട്ടെ. നാളെ എല്ലാം ജയിലിനകത്ത് കിടക്കാനുള്ളതല്ലേ? മാഡം, എനിക്ക് ഇവിടെ നിന്നിങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല. വേണ്ട, ആർക്കും സംശയമൊന്നും ഉണ്ടാക്കണ്ട. ചന്ദ്രിക ചെല്ല്. ശരി. എന്താ ചേച്ചി, എന്താ പറ്റി? എന്താ വല്ലാതിരിക്കുന്ന? അല്ല, അത് വീട്ടില് മോള് തനിച്ചേ ഉള്ളൂ. അവള് കുഞ്ഞാ, അതുകൊണ്ട് വിളിച്ച് സംസാരിച്ച് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞതാ. കുഞ്ഞാണെങ്കി അവളെ തനിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ. ചേച്ചിക്ക് പോരുമ്പോ അവളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നില്ലേ? അയ്യോ, അത് വേണ്ട മോളെ. ഞാൻ വേറെ ജോലിക്ക് പോകുമ്പോഴും അവള് തനിച്ചിരിക്കാറുള്ളതാ. ശരിയാ, എന്നാലും ഇക്കാലത്തെ കുഞ്ഞുങ്ങള് ഒരുപാട് നേരം അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കരുത്. അതൊന്ന് ശ്രദ്ധിച്ചാ മതി. എന്താ ഇത്ര വലിയ ആലോചന? നേരത്തെ ഒരാൾ വന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ക്ഷണിച്ചിട്ട് പോയില്ലേ? ആ. ആ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ അയാളെ പരിചയമുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ചൊരടുപ്പ് ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ബർത്ത്ഡേ ക്ഷണിച്ചിട്ട് പോയതെന്നാണ് മനസ്സിലാകാത്തത്. എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? കണിമംഗലം പരമേശ്വരന്റെ ദാനധർമ്മങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള ആളായിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും പാവം. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആളെ മണ്ടനെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പൊ എങ്ങനെയാ പോണോ അതുവരെ ഒന്നോ? നാളെ ഏട്ടനും ഏട്ടത്തെയും ആ പിറന്നാൾ ആഘോഷത്തിന് പോണം. എന്നിട്ട് അവര് രണ്ടുപേരും തിരിച്ചെത്തുമ്പോ ചന്ദ്രശേഖരൻ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഒരേ സമയം എരിയാൻ 2 ചിത. ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി.